നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് മറുപടി നൽകുന്നു. പതിവുപോലെ എക്സിക്യൂട്ടീവ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ ഈ എപ്പിസോഡിലും മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നു. നിരവധി കത്തുകൾ ലഭിച്ചിരിക്കുന്നു. കൂടുതലും തങ്ങളുടെ സ്റ്റോക്കുകളിലെ സാധ്യതകളാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ വാരം വിപണി ഒന്ന് പരിശോധിക്കാം. വലിയ ചാഞ്ചാട്ടം ഉണ്ടായ വാരമാണ്. 5340 എന്ന സപ്പോർട്ട് ആണ് കഴിഞ്ഞ വാരത്തിൽ നമ്മൾ പറഞ്ഞത്. അതിലേക്ക് ഒരു കറക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. 5330 വരെ മാർക്കറ്റ് എത്തിയതിനു ശേഷമാണ് ഒരു റിക്കവറി ഉണ്ടായത്. പ്രത്യേകിച്ചും എഫ് ക്ലോസിംഗ് ദിനത്തിലും ആണ് ഒരു തിരിച്ചുവരവ് വിപണി കണ്ടത്. പുതിയ സീരീസിന്റെ തുടക്കം കൂടി അതിനുശേഷം ഉണ്ടായിരിക്കുന്നു. പൊതുവെ വിപണിയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങൾ ഇപ്പോഴും തുടരുന്നു. പ്രത്യേകിച്ചും ജൂൺ 9 ഡീസൽ വില വർധന ഉണ്ടായേക്കും എന്ന ഒരു സൂചനയുണ്ട്. സ്വാഭാവികമായിട്ടും വിപണി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെ. റിസൾട്ട് സീസൺ ഏറെക്കുറെ അവസാനിക്കുന്നു. ഇനി പുതിയ ട്രിഗറുകൾ വിപണി കാത്തിരിക്കുന്നു. പുതിയ മുന്നേറ്റത്തിനുള്ള കാരണങ്ങൾ വിപണിക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരം സാധ്യതകൾ ഭുവനേന്ദ്രൻ ആദ്യം തുടക്കത്തിൽ സംസാരിക്കും. പൊതുവെ മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ Q4 റിസൾട്ടിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതുകൂടാതെ ഹയർ ലെവലിൽ നിൽക്കുന്ന ഇൻഫ്ലേഷൻ, ഹയർ ലെവലിൽ നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ ഹയർ ലെവലിൽ നിൽക്കുന്ന അക്കൗണ്ട് ഡെഫിസിറ്റ്, ക്രൂഡ് ഓയിൽ പ്രൈസ് ഹയർ ലെവലിൽ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് എക്കോണമിയെ ബാധിക്കുന്ന ഒട്ടനവധി നെഗറ്റീവ് ന്യൂസുകൾ ഒരു ഭാഗത്തും, വേറൊരു ഭാഗത്ത് ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് കുറഞ്ഞു വരുന്നു. ഇതൊക്കെയാണ് മാർക്കറ്റിനെ നെഗറ്റീവ് സോണിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ FISന്റെ താല്പര്യം ഇന്ത്യൻ മാർക്കറ്റിൽ കുറഞ്ഞു വരുന്നു. FIS ഒരു സെല്ലിംഗ് സൈഡിലേക്ക് പോകുന്നു. ഇതിന്റെയൊക്കെ പ്രധാന കാരണം ലോങ് ടൈം GDP ഗ്രോത്ത് കുറയുന്നു. ഇതൊക്കെ തന്നെയാണ് FISനെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും അകറ്റി നിർത്തിയത്. ഈ സമയത്ത് തന്നെയാണ് വേൾഡ് മാർക്കറ്റിൽ നിന്നുള്ള നെഗറ്റീവ് ന്യൂസുകൾ. യൂറോ ക്രൈസിസ് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലും വേൾഡ് മാർക്കറ്റിലും ഒക്കെ തന്നെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി. അതിന്റെ റിഫ്ലക്ഷനും കഴിഞ്ഞ ആഴ്ചകളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 5340 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവൽ വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ബൈയിങ് ആണ്. 5330 ലെവലിൽ നിന്നാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു റിക്കവറി ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ട്രെൻഡ് ചെറിയ രീതിയിൽ അപ്സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാരണം 5600 വരെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സോണിലേക്ക് FISും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ കുറച്ചുകൂടി ഒരു ആക്റ്റീവ് ആകുകയാണെങ്കിൽ 5600 നമുക്ക് പ്രതീക്ഷിക്കാം. അഗൈൻ 5340 എന്ന് പറയുന്ന ലെവൽ വളരെ ഷാർപ്പായിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് അടുത്തൊരു ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് നേരത്തെ അഭിലാഷ് പറഞ്ഞ ഡീസൽ പ്രൈസ് ഹൈക്കൊക്കെ വരികയാണെങ്കിൽ അത് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ വേൾഡ് മാർക്കറ്റിൽ നിന്നും യൂറോപ്പിൽ നിന്നും വീണ്ടും നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ 5340 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കുറച്ച് ലോവർ ലെവലിൽ പോകാം. അത് ചിലപ്പോൾ 5170 എന്ന് കഴിഞ്ഞ 2 എപ്പിസോഡ് മുമ്പ് പറഞ്ഞ ആ ഒരു ലെവൽ വരെ വരാം. പക്ഷെ ഇതൊക്കെ ഇനി മാർക്കറ്റ് ഇപ്പോൾ ഒരു ഫെയർ വാല്യൂവിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. കാരണം ഈ ന്യൂസുകളൊക്കെ ഈ ഇൻഫ്ലേഷനും ക്രൂഡ് ഓയിൽ പ്രൈസും ഒക്കെ തന്നെ ഡിസ്കൗണ്ട് ചെയ്ത ഒരു റേറ്റിലാണ് ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോവർ ലെവലിലേക്ക് പോകുന്തോറും റീറ്റെയിൽ നിക്ഷേപകർക്ക് തന്നെ തെരഞ്ഞെടുത്ത വളരെ നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. കാരണം വളരെയധികം ഫെയർ വാല്യൂയിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് വന്നിരിക്കുകയാണ്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. FIയുടെ ആക്ടിവിറ്റീസ് ഈ ദിവസങ്ങളിൽ എങ്ങനെയുണ്ട്? FIS ഇൻഡെക്സ് ഫ്യൂച്ചറിൽ FIS ബൈയിങ് സൈഡിലാണ്. 1055 crore ബൈയിങ് ആണ്. അതുപോലെ ഇൻഡെക്സ് ഓപ്ഷനിൽ 1851 crore ബൈയിങ് സൈഡാണ്. അതുപോലെ സ്റ്റോക്ക് ഓപ്ഷനിലും ബൈയിങ് ആണ്, സ്റ്റോക്ക് ഫ്യൂച്ചറിലും ബൈയിങ് സൈഡിലാണ്. അതേസമയം ക്യാഷ് മാർക്കറ്റിൽ FIS സെല്ലിംഗ് ആണ്. 351 crore സെല്ലിംഗ് ആണ്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് സൈഡിൽ തന്നെയാണ്. 640 crore കഴിഞ്ഞ വ്യാഴാഴ്ച വരെ 4 ദിവസം കൊണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് സൈഡിലായി. കാരണം അതിന്റെ റീസൺ മാർക്കറ്റ് ലോവർ ലെവൽ പോകുന്നതോറും പലപ്പോഴും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെ റീറ്റെയിൽ നിക്ഷേപകരും ലോവർ ലെവൽ പോകുന്നതോറും മാർക്കറ്റിൽ ഒരു ബൈയിങ് സൈഡിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം വളരെയധികം ഫെയർ വാല്യൂയിലേക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. പേഷ്യൻസ് കാണിക്കുക. തീർച്ചയായിട്ടും മാർക്കറ്റ് കുറച്ച് കഴിയുന്നതോടുകൂടി ഈ ഒരു ന്യൂസ് ഡിസ്കൗണ്ട് ചെയ്തു അടുത്തൊരു ചെറിയ പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഷാർപ്പായിട്ടുള്ള റിക്കവറി തന്നെ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇനിയുള്ള ഓരോ കറക്ഷനും മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് റീറ്റെയിൽ നിക്ഷേപകരൊക്കെ തന്നെ കാണുന്നതായിരിക്കും നല്ലത്. ഇനി ഈ വാരം ലഭിച്ച കത്തുകളിൽ നിന്നുള്ള സ്റ്റോക്കുകളിലേക്ക് പോകാം. പൊതുവെ ലഭിച്ച കത്തുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ ഇവിടെ പരിഗണിക്കുക. ഈ സ്റ്റോക്കുകളുടെ സപ്പോർട്ട് ലെവലുകളാണ് പ്രധാനപ്പെട്ടത്. ഈ ഏതൊക്കെ ലെവലുകളിൽ ഇത് വാങ്ങണം, ഏത് ലെവലിലെത്തുമ്പോൾ വാങ്ങുന്നതായിരിക്കും നല്ലത് തുടങ്ങിയ ഉപദേശങ്ങളായിരിക്കും പൊതുവെ നൽകുക. ആദ്യത്തെ സ്റ്റോക്ക് കോൾ ഇന്ത്യ കോൾ മൈനിങ് ആൻഡ് പ്രൊഡക്ഷനിലാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് മൈനിങ് കമ്പനി തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് അനൗൺസ് ചെയ്തു. 13% ബെറ്റർ ആയിരുന്നു. ലാസ്റ്റ് ഈ വർഷം 10,867 crore നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരുന്നു.
മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അനൗൺസ് ചെയ്തു. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിലും ആ ഒരു റിഫ്ലക്ഷൻ കണ്ടു. 360 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. പലപ്പോഴും കോൾ ഇന്ത്യ മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഫണ്ടമെന്റലി വളരെ നല്ല ഓഹരി ആയതുകൊണ്ട് റീറ്റെയിൽ നിക്ഷേപകർക്ക് നിക്ഷേപത്തിന് പരിഗണിക്കാം. 360 ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ, ദെൻ 340. ഈ ഒരു രണ്ട് ലെവൽ മാർക്കറ്റിൽ അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ മാത്രം ഈ ഒരു ലെവലിലേക്ക് വരാം. പക്ഷേ ഈ ഒരു ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നിക്ഷേപത്തിന് പരിഗണിക്കാം. 410 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. പക്ഷേ ഈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് വളരെയധികം ഹയർ ലെവൽ പോകാൻ സ്ട്രെങ്ത് ഉള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് ഓരോ ഡൗൺ സൈഡിൽ പോകുന്തോറും കോൾ ഇന്ത്യ വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിക്ഷേപകർ ഒരു ബൈയിങ് സൈഡിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. വളരെ സേഫ് ആയിട്ടുള്ള ഫണ്ടമെന്റലി ശക്തമായിട്ടുള്ള ഒരു ഓഹരിയാണ് കോൾ ഇന്ത്യ. അടുത്ത സ്റ്റോക്കിലേക്ക് നമ്മൾ പോകുന്നു. BHEL. BHEL വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ അനൗൺസ് ചെയ്തു. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തൊരു കമ്പനിയാണ്. ഈ BHELും ഇതുപോലെ തന്നെ ഒരു ബൈയിങ് സൈഡിൽ നിൽക്കുന്നതാണ്. ഈ രണ്ട് സ്റ്റോക്കുകളും വളരെ ഫണ്ടമെന്റലി ശക്തമായിട്ടുള്ള ഓഹരിയാണ്. 1867 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ, ദെൻ 1791. ഈ രണ്ട് ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നിക്ഷേപത്തിന് പരിഗണിക്കുക. 2146 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. പക്ഷേ ഈ ഒരു ലെവൽ പോലും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ ഡൗൺ സൈഡിൽ പോകുന്തോറും BHEL ബൈയിങ് സൈഡിൽ നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കുന്നു. സെയിൽ ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് സ്റ്റീൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. പക്ഷേ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ മോശമായിട്ടുള്ള ഒരു റിസൾട്ട് അനൗൺസ് ചെയ്തു. 1613 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 1507 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് വന്നത്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ സ്റ്റോക്കിൽ കണ്ട് സ്റ്റോക്ക് ഡൗൺ സൈഡിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഡൗൺ സൈഡ് റിസ്ക് സെയിലിൽ പലപ്പോഴും കുറവാണ്, റിസ്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 130 to 118 വളരെ സേഫ് ആയിട്ടുള്ള ലോങ് ടൈം എൻട്രി തന്നെയായിരിക്കും. അടുത്ത ഓരോ കറക്ഷനിലേക്ക് വരുന്തോറും സെയിൽ അതുപോലെ സ്റ്റീൽ സെക്ടറൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സെക്ടർ തന്നെയാണ്. അതുകൊണ്ട് ഡൗൺ സൈഡിൽ പോകുന്തോറും ബൈയിങ് സൈഡിൽ നിൽക്കാം. 163 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ പോലും ബ്രേക്ക് ചെയ്യാൻ കുറച്ച് പോസിറ്റീവ് സോണിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഈ റിസൾട്ടിന്റെ ന്യൂസുകളൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റോക്കിലേക്ക് നമ്മൾ പോകുന്നു. സെസഗോവയും മാർക്കറ്റ് പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല. പ്രതീക്ഷിച്ചതിലും വളരെ മോശമായിട്ടുള്ള ഒരു റിസൾട്ട് അനൗൺസ് ചെയ്തു. ലാർജസ്റ്റ് ഒരു മൈനിങ് കമ്പനി തന്നെയാണ്. ചെറിയ ഇഷ്യൂസ് ഈ കമ്പനി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 251 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 238. 251, 238 എന്ന് പറയുന്ന ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ എൻട്രി ലെവലായിട്ട് തന്നെ പരിഗണിക്കാം. കാരണം 480 ലെവൽ വരെ പോയതിനു ശേഷം വളരെ ഷാർപ്പായുള്ള ഒരു വർഷം കൊണ്ട് വളരെയധികം കറക്ഷൻ നേരിട്ട ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ വോളറ്റിലിറ്റി വളരെയധികം കൂടുതലുള്ളതും ഹൈ ബീറ്റ സ്റ്റോക്കാണ്. ലോവർ ലെവൽ പോകുന്നവർ ഒരു ബൈയിങ് സൈഡിൽ നിൽക്കാം. 238 വളരെ സേഫ് ആയിട്ടുള്ള എൻട്രിയാണ്. 330 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ഈ ഒരു ലെവൽ വരുമ്പോൾ ലോവർ ലെവൽ നിക്ഷേപിച്ച ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. അടുത്ത സ്റ്റോക്കിലേക്ക് നമ്മൾ പോകുന്നു. ആക്സിസ് ബാങ്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. ആ റിസൾട്ടിന് ശേഷം ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്ത സ്റ്റോക്കാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കുകളും നിക്ഷേപത്തിന് പരിഗണിക്കാം. 1143 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ, ദെൻ 1102. ഈ രണ്ട് ലെവൽ ബൈയിങ് സൈഡിൽ നിൽക്കുക. ലോവർ ലെവൽ പോകുന്തോറും 1352 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ സ്റ്റോക്കുകളും സെയിൽ അതുപോലെ തന്നെ BHEL, കോൾ ഇന്ത്യ, ആക്സിസ് ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകൾ ഇതെല്ലാം തന്നെ ഫ്രണ്ട് റൺ സ്റ്റോക്കുകളാണ്. പലപ്പോഴും ഇപ്പോൾ മൂവ്മെന്റ് വരുന്നതും FISന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതും ഇങ്ങനെയുള്ള A ഗ്രൂപ്പ് സ്റ്റോക്കിലായതുകൊണ്ട് നിക്ഷേപകർ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ മാത്രം ബൈയിങ് നടത്തുന്നതായിരിക്കുന്നില്ല. കാരണം ഒരു ട്രേഡിംഗ് ആംഗിളിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. കുറച്ചൊരു ഹയർ ലെവൽ പോയതിനു ശേഷം വീണ്ടും കറക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഈ A ഗ്രൂപ്പ് സ്റ്റോക്കുകളിലാണ് ഈ മൂവ്മെന്റ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഈ സപ്പോർട്ട് സോൺ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതായിരിക്കും നല്ലത്.